കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 2.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 2.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗോരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവ് ആയ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ലേൺവൈസിൽ ജോയിൻ ചെയ്ത ലേണേഴ്സിന് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്. 7592939616. ഞാൻ ഒന്നുകൂടി പറയാം, നോട്ട് ചെയ്ത് വെക്കുക. 7592939616. So all the best for your upcoming IGNO exams. Thank you. Hi, welcome to LearnWise. IGNO Focus 2.0 IGNO മുൻകാല ചോദ്യ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസിലേക്ക് സ്വാഗതം. ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എലക്ടീവ് പേപ്പർ ആയിട്ടുള്ള BSOG 171 ഇന്ത്യൻ സൊസൈറ്റി ഇമേജസ് ആൻഡ് റിയാലിറ്റീസ് എന്ന് പറയുന്ന പേപ്പറാണ്. സോ നമ്മൾ ഈ ഒരു പേപ്പറിന്റെ ഒരു ജനറൽ അനാലിസിസ് ആണ് നമ്മൾ നോക്കുന്നത്. ഇഗ്നോയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എങ്ങനെയാണ് BSOG 171 ഇന്ത്യൻ സൊസൈറ്റി ഇമേജസ് ആൻഡ് റിയാലിറ്റീസിൽ ചോദിച്ചിട്ടുള്ളത്, അതിന്റെ എക്സാമിനേഷൻ പാറ്റേൺസ്, അതിൽ വരുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള ട്രെൻഡ്സ് എങ്ങനെയാണ് വരുന്നത്, ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് ചോദിച്ചിട്ടുള്ളത്, ഇതിലെ സിലബസിൽ ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമ്മൾ ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ടത്, പ്രയോറിറ്റൈസ് ചെയ്യുന്ന ഏരിയാസ് ഏതൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ജനറൽ അനാലിസിസിലൂടെ നമ്മൾ നോക്കുന്നത്. രണ്ടാമത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെത്തഡോളജിയാണ്. മെത്തഡോളജി എന്ന് പറയുമ്പോൾ നമ്മൾ പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഫെബ്രുവരി 2021 മുതൽ ഡിസംബർ 2021, ജൂൺ 2022, ഡിസംബർ 2022, ജൂൺ 2023 ഈ ഒരു പേപ്പേഴ്സ് ആണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ടാണ് നമ്മുടെ അനാലിസിസും ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ് കാറ്റഗറൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലബസിൽ അനുസരിച്ചിട്ടുള്ള യൂണിറ്റ്സിനെ കറസ്പോണ്ട് ചെയ്തിട്ടാണ്. ഇനി ഏതൊക്കെ ക്വസ്റ്റ്യൻസ് കൂടുതൽ ഫ്രീക്വൻസിയോടെ ചോദിച്ചിട്ടുണ്ട്, പ്രയോറിറ്റൈസ് ചെയ്യുന്ന ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ഈ ഒരു സെക്ഷനിലൂടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. മൂന്നാമത് വന്നിട്ട് ക്വസ്റ്റ്യൻ ഡിസ്ട്രിബ്യൂഷൻ ബൈ സിലബസ് യൂണിറ്റ്സ്. നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് ബ്ലോക്ക് 1. ബ്ലോക്ക് 1 എന്ന് പറയുന്നത് ഐഡിയാസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്ലോക്കാണ്. ഈ ബ്ലോക്കിനകത്ത് വരുന്നതാണ് യൂണിറ്റ് 1. യൂണിറ്റ് 1 വന്നിട്ട് സിവിലൈസേഷൻ ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന യൂണിറ്റ് ആണ്. ഈ യൂണിറ്റിനകത്ത് ജോഗ്രഫി ഓഫ് ഇന്ത്യ, കൾച്ചറൽ എസൻസ് ഇതുപോലുള്ള ടോപ്പിക്സ് പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട്. ജോഗ്രഫി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക്ക് ഫെബ്രുവരി 2021 ഡിസംബർ 2022 ചോദിച്ചിട്ടുണ്ട്. ഇനി കൾച്ചറൽ എസൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക് ഡിസംബർ 2021 ജൂൺ 2022 ചോദിച്ചിട്ടുണ്ട്. ഇനി സ്ട്രക്ചറൽ ആൻഡ് കൾച്ചറൽ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്ന ടോപ്പിക്ക് ഡിസംബർ 2022 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇനി സെക്കൻഡ് യൂണിറ്റ് വന്നിട്ട് ഇന്ത്യ ആസ് എ കോളനി എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റ് ആണ്. ഈ യൂണിറ്റിനകത്ത് എഫക്ട്സ് ഓഫ് കൊളോണിയലിസം, ഇൻഡോളജിക്കൽ വ്യൂ, കൊളോണിയൽ വ്യൂ, ഈ ഇത്രയും ടോപ്പിക്സ് വളരെ പ്രയോറിറ്റൈസ് കൊടുത്തിട്ട് പഠിക്കേണ്ട ടോപ്പിക്സ് ആണ്. എഫക്ട്സ് ഓഫ് കൊളോണിയലിസം എന്ന് പറയുന്ന ടോപ്പിക്ക് ഫെബ്രുവരി 2021 ജൂൺ 2022 ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇൻഡോളജിക്കൽ വ്യൂ എന്ന് പറയുന്ന ടോപ്പിക്ക് ഡിസംബർ 2021 ജൂൺ 2023 ചോദിച്ചിട്ടുണ്ട്. കൊളോണിയൽ വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്ക് ഡിസംബർ 2021 ഡിസംബർ 2022 ചോദിച്ചിട്ടുണ്ട്. അടുത്തത് നാഷണലിസ്റ്റ് വ്യൂ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതും യൂണിറ്റ് 2 വരുന്നത് തന്നെയാണ്. അത് ഡിസംബർ 2021 ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി യൂണിറ്റ് 3 വന്നിട്ട് നേഷൻ സ്റ്റേറ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റ് ആണ്. അതിനകത്ത് സ്റ്റേറ്റ്ലെസ് സൊസൈറ്റി ഫെബ്രുവരി 2021 ചോദിച്ചിട്ടുണ്ട്. പൊളിറ്റിക്കൽ യൂണിഫിക്കേഷൻ ഡിസംബർ 2022 ചോദിച്ചിട്ടുണ്ട്. ആന്റി കൊളോണിയൽ മൂവ്മെന്റ്സ് ഡിസംബർ 2021 ചോദിച്ചിട്ടുണ്ട്. ഇനി ബ്ലോക്ക് 2 വന്നിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പ്രോസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്ലോക്കാണ്. ആ ബ്ലോക്കിനകത്ത് വരുന്ന യൂണിറ്റ് ആണ് യൂണിറ്റ് 4 വില്ലേജ് ഇന്ത്യ. ഈ യൂണിറ്റിനകത്ത് വരുന്ന ടോപ്പിക്സ് വില്ലേജ് എക്കോണമി ചോദിച്ചിട്ടുള്ളത് ഫെബ്രുവരി 2021 ജൂൺ 2022 ചോദിച്ചിട്ടുണ്ട്. ഇനി വില്ലേജ് എസ് എ സോഷ്യൽ യൂണിറ്റ് എന്ന് പറയുന്ന ടോപ്പിക് ഡിസംബർ 2021 ചോദിച്ചിട്ടുണ്ട്. പഞ്ചായത്തി രാജ് സിസ്റ്റം ഡിസംബർ 2022 ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഏതൊക്കെ ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ക്വസ്റ്റ്യൻ നമ്പേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ക്വസ്റ്റ്യൻ 4, ക്വസ്റ്റ്യൻ 5 എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ആ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ അതിന്റെ നമ്പേഴ്സ് ആണ് ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുള്ളത്. ഇനി യൂണിറ്റ് 5 ഏർബൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റിനകത്ത് വരുന്ന ഇമ്പോർട്ടന്റ് ഏരിയാസ് എന്ന് പറയുന്നത് ഏർബനിസം ആസ് എ വേ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ ടോപ്പിക് ഫെബ്രുവരി 2021 ചോദിച്ചിട്ടുണ്ട്. ജൂൺ 2022 ചോദിച്ചിട്ടുണ്ട്. റൂറൽ അർബൻ കണ്ടിന്യൂം ഡിസംബർ 2021 ചോദിച്ചിട്ടുണ്ട്. പ്രോബ്ലംസ് ഓഫ് അർബൻ ഇന്ത്യ ഡിസംബർ 2022 ചോദിച്ചിട്ടുണ്ട്.
ഇനി യൂണിറ്റ് 6 വന്നിട്ട് ലാംഗ്വേജ് ആൻഡ് റിലീജിയൻ എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റ് ആണ്. ഇതിനകത്ത് വന്നിട്ടുള്ള ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് എന്ന് പറയുന്നത് ലാംഗ്വേജ് ആൻഡ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ. ഫെബ്രുവരി 2021 ചോദിച്ചിട്ടുണ്ട്, ഡിസംബർ 2022 ചോദിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജ് എഡ്യൂക്കേഷൻ ജൂൺ 2022 ചോദിച്ചിട്ടുണ്ട്. ഇനി യൂണിറ്റ് 7 വന്നിട്ട് കാസ്റ്റ് ആൻഡ് ക്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റ് ആണ്. ഇതിനകത്ത് കാസ്റ്റ് മൊബിലിറ്റി സാൻസ്ക്രിറ്റൈസേഷൻ ഫെബ്രുവരി 2021 ചോദിച്ചിട്ടുണ്ട്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കാസ്റ്റ് ആൻഡ് ക്ലാസ് ഡിസംബർ 2021 ചോദിച്ചിട്ടുണ്ട്. സോഷ്യൽ ക്ലാസ് ഇൻ അർബൻ ഇന്ത്യ ജൂൺ 2022 ചോദിച്ചിട്ടുണ്ട്. സോഷ്യൽ മൊബിലിറ്റി ഇൻ കാസ്റ്റ് സിസ്റ്റം ജൂൺ 2023 ചോദിച്ചിട്ടുണ്ട്. അടുത്ത യൂണിറ്റ് വന്നിട്ട് യൂണിറ്റ് 8 ട്രൈബ് ആൻഡ് എത്നിസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റ് ആണ്. അതിനകത്ത് വന്നിട്ടുള്ള ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് എന്ന് പറയുന്നത് എത്നിക് ഡൈവേഴ്സിറ്റി ഡിസംബർ 2021 വന്നിട്ടുള്ള ടോപ്പിക് ആണ്. മെജോറിറ്റി ആൻഡ് മൈനോറിറ്റി ഗ്രൂപ്പ്സ് ജൂൺ 2020 ചോദിച്ചിട്ടുള്ള ടോപ്പിക് ആണ്. കോൺസെപ്റ്റ് ഓഫ് എത്നിസിറ്റി ജൂൺ 2023 ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ഇനി യൂണിറ്റ് 9 വന്നിട്ട് ഫാമിലി ആൻഡ് മാരേജ് എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റ് ആണ്. ഇതിനകത്ത് നോർത്ത് ഇന്ത്യൻ കിങ്ഷിപ്പ് സിസ്റ്റവും സൗത്ത് ഇന്ത്യൻ കിങ്ഷിപ്പ് സിസ്റ്റവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഇതിനകത്ത് നോർത്ത് ഇന്ത്യൻ കിങ്ഷിപ്പ് സിസ്റ്റം ഡിസംബർ 2021 ചോദിച്ചിട്ടുണ്ട്, ഡിസംബർ 2022 ചോദിച്ചിട്ടുണ്ട്. ഇനി സൗത്ത് ഇന്ത്യൻ കിങ്ഷിപ്പ് സിസ്റ്റം ആണ് എങ്കിൽ ഡിസംബർ 2022 ചോദിച്ചിട്ടുണ്ട്, ജൂൺ 2023 ചോദിച്ചിട്ടുണ്ട്. അടുത്തത് യൂണിറ്റ് 10 വന്നിട്ട് കിൻഷിപ്പ് ആണ്. നോട്ട് സ്പെസിഫിക്കലി കവേർഡ് ഇൻ പ്രൊവൈഡഡ് പേപ്പേഴ്സ്. എല്ലാ പേപ്പേഴ്സിനും ഇതിനകത്ത് കിൻഷിപ്പിനെ പറ്റിയിട്ട് ചോദ്യങ്ങൾ വന്നിട്ടില്ല. അടുത്ത ബ്ലോക്ക് 3 വന്നിട്ട് ക്രിട്ടിക്സ് ആണ്. ഇതിനകത്ത് യൂണിറ്റ് 11 ക്ലാസ് പവർ ആൻഡ് എത്നിസിറ്റി വളരെ സ്പെസിഫിക്കലി ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ യൂണിറ്റ് 11 നിന്ന് തന്നെ ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല. യൂണിറ്റ് 12 റെസിസ്റ്റൻസ് ആൻഡ് പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്ന യൂണിറ്റ് ആണ്. ഇതിനകത്ത് അംബേദ്കർ കോൺട്രിബ്യൂഷൻ ഫെബ്രുവരി 2021 ചോദിച്ചിട്ടുണ്ട്. പണ്ഡിറ്റ് രമാഭായിയുടെ കോൺട്രിബ്യൂഷൻസ് ഡിസംബർ 2022 ചോദിച്ചിട്ടുണ്ട്. ഫെമിനിസ്റ്റ് റെസിസ്റ്റൻസ് ജൂൺ 2023 ചോദിച്ചിട്ടുണ്ട്. ഒബ്സർവേഷൻ ആൻഡ് പാറ്റേൺസിനകത്ത് നമ്മൾ നോക്കുന്നത് റെക്കറിംഗ് ആയിട്ട് വരുന്ന തീംസ് എന്തൊക്കെയാണ്, ഇമ്പോർട്ടൻസ് കവറേജ് കൊടുത്തിട്ട് പഠിക്കേണ്ട ഏരിയാസ് ഏതൊക്കെയാണ്, ഫോക്കസ് ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇതിനകത്ത് കവറേജിൽ നമ്മൾ നോക്കുന്ന സമയത്ത് സച്ചസ് യൂണിറ്റ് കിൻഷിപ്പ് ആൻഡ് ക്ലാസ് എന്ന് പറയുന്നത്, പവർ ഇനിക്വാളിറ്റി, ഈ പറയുന്ന യൂണിറ്റ്സ് ഒക്കെ ഫ്രീക്വന്റ്ലി ഇത് വളരെ ലെസ് ആയിട്ടാണ് ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. നമ്മൾ ഇമ്പാക്ട് ഓഫ് കൊളോണിയലിസം, സ്ട്രക്ചർ ഓഫ് വില്ലേജ്, urban ലൈഫ്, റോൾ ഓഫ് സ്റ്റേറ്റ് ഫോർമേഷൻ, റീഓർഗനൈസേഷൻ, ഇതുപോലുള്ള ടോപ്പിക്സുകളാണെങ്കിൽ റെക്കറിംഗ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ കൂടുതൽ പ്രയോറിറ്റൈസ് കൊടുത്ത് പഠിക്കേണ്ട ഏരിയാസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ റെക്കറിംഗ് ആയിട്ട് വരുന്ന ടോപ്പിക്സുകൾ തന്നെയാണ്. പിന്നെ ഫോക്കസ് ഏരിയാസ് എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലും ഫോക്കസ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ കൾച്ചറൽ എസൻസ്, സ്ട്രക്ചറൽ പെർസ്പെക്ടീവ്, സോഷ്യോ പൊളിറ്റിക്കൽ ഇമ്പാക്ട്സ് ഓഫ് കൊളോണിയലിസം, ഇങ്ങനെയുള്ള ടോപ്പിക്സുകൾ ഒന്ന് മേജർ ഫോക്കസ് കൊടുത്തിട്ട് പഠിക്കേണ്ട ഏരിയാസ് ആണ്. ഇനി കൺക്ലൂഷൻ ആൻഡ് റെക്കമെൻഡേഷൻസ്. നമുക്കൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു കവറേജ് വേണം നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ കൊടുക്കാനായിട്ടുള്ളത്. അതായത് ഒരു ബാലൻസ്ഡ് അപ്രോച്ച്, എല്ലാ ടോപ്പിക്സും നമ്മൾ ഫെയർലി നമ്മൾ ബാലൻസ് ചെയ്തിട്ട് വേണം പഠിക്കാനായിട്ടുള്ളത്. ബട്ട് കൂടുതലും ഫോക്കസ് നമ്മൾ കൊടുത്ത് പഠിക്കേണ്ടത് ഇതേപോലെ റെക്കറിംഗ് ആയിട്ട് വരുന്ന ടോപ്പിക്സുകൾ തന്നെയാണ് എന്ന് കരുതിയിട്ട് ആരും ബ്ലോക്ക് 11 10 ഒന്നും കവർ ചെയ്യാതെ പോകരുത്. പിന്നെ മേജർ ഫോക്കസ് തീംസ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ കൾച്ചറൽ സ്റ്റഡീസ്, സോഷ്യൽ എക്കണോമിക് ഇമ്പാക്ട്സുകൾ എങ്ങനെയാണ്, അപ്പൊ ഇങ്ങനെയുള്ളത് ഇന്ത്യൻ സൊസൈറ്റിയിൽ വരുമ്പോൾ, ഇങ്ങനെയുള്ള എഫക്ട്സുകൾ വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ ഇന്ത്യൻ സൊസൈറ്റിയിൽ വരുന്നുണ്ട്, ആ ഒരു രീതിയിൽ നമുക്ക് ചിന്തിക്കാനും ആൻസർ ചെയ്യാനും നമ്മളെ കൊണ്ട് പറ്റണം. ഫ്യൂച്ചർ അനാലിസിസ് പാർട്ടിലോട്ട് നമ്മൾ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടിക്കഴിഞ്ഞാൽ അത് ഏത് ഡിഫിക്കൽറ്റി ലെവലിൽ നിൽക്കുന്ന ക്വസ്റ്റ്യൻ ആണ് എന്നുള്ളത് നമ്മൾ പഠിക്കുന്നതിനോടൊപ്പം നമ്മൾ അനലൈസ് ചെയ്തെടുക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇനി ബ്ലോക്ക് വൈസ് വെയിറ്റേജ് അനാലിസിസ്, ഏതൊക്കെ ബ്ലോക്കുകളാണ് പ്രയോറിറ്റൈസ് കൊടുത്ത് പഠിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇതിനകത്ത് ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ആ ചാർട്ടിനകത്ത് ഫെബ്രുവരി 2021, ഡിസംബർ 2021, ജൂൺ 2022, ഡിസംബർ 2022, ജൂൺ 2023, ഈ ഇത്രയും വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. സോ ആ ഒരു ചാർട്ട് ബേസ് ചെയ്തിട്ടുള്ള അനലൈസേഷൻ ആണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. ബ്ലോക്ക് 1 വന്നിട്ട് ഐഡിയാസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലോക്കാണ്. ഈ ഒരു ബ്ലോക്കിൽ നിന്ന് 28% to 50% വരെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് എക്സാമിൽ. ഹയസ്റ്റ് റെപ്രസെന്റേഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ഈ ഒരു ബ്ലോക്കിൽ നിന്ന് വന്നിട്ടുള്ളത് ഡിസംബർ 2021 ജൂൺ 2020 ഒരു 50% ഓഫ് ക്വസ്റ്റ്യൻസ് ബ്ലോക്ക് 1 നിന്ന് വന്നിട്ടുണ്ട്. ഇനി ബ്ലോക്ക് 2 വന്നിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പ്രോസസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലോക്കാണ്. ഈ ഒരു ബ്ലോക്കിനകത്ത് നിന്ന് 37% to 50% ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു ബാലൻസ്ഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഈ ഒരു ബ്ലോക്കിനകത്ത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതേപോലെ തന്നെ ബ്ലോക്ക് 1 ഒരു ബാലൻസ്ഡ് അപ്രോച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ബ്ലോക്ക് 3 എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ക്രിട്ടിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലോക്കാണ്. ഈ ബ്ലോക്കിനകത്ത് നിന്ന് ലോവസ്റ്റ് ഫ്രീക്വൻസി ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്.
അതായത് കമ്പാരിറ്റീവ്ലി മറ്റുള്ള ബ്ലോക്കുകളെ സംബന്ധിച്ചിടത്തോളം കുറവ് ക്വസ്റ്റ്യൻസ് ആണ് ബ്ലോക്ക് 3ക്ക് അതൊന്ന് വന്നിട്ടുള്ളത്. ഡിസംബർ 2021 ജൂൺ 2022 നടത്തിയിട്ടുള്ള എക്സാമിനകത്തും ഈ ഒരു ബ്ലോക്കിൽ നിന്ന് ചോദ്യങ്ങളൊന്നും ചോദിച്ചതായിട്ടും കാണുന്നില്ല. പക്ഷെ ഒരു ഇൻക്രീസ്ഡ് പ്രസൻസ് ഓഫ് ക്വസ്റ്റ്യൻസ് ഡിസംബർ 2022 ജൂൺ 2023 കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബ്ലോക്കിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യന്റെ പെർസെന്റേജ് എന്ന് പറയുന്നത് 28% ക്വസ്റ്റ്യൻസ് ഈ ഒരു ബ്ലോക്കിൽ നിന്ന് ഇന്നേ വരെ ചോദിച്ചിട്ടുണ്ട്. സോ ബേസ്ഡ് ഓൺ ദ ഒബ്സർവേഷൻ ഹൈ ഫ്രീക്വൻസി കൊടുത്തിട്ട് പഠിക്കേണ്ട ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് 1 ബ്ലോക്ക് 2 ആണ്. കാരണം മോർ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഈ ഒരു ബ്ലോക്കിൽ നിന്നാണ് വരുന്നത് എന്ന് കരുതിയിട്ട് ബ്ലോക്ക് 3 നോക്കാതിരിക്കരുത്. ലോവർ ഫ്രീക്വൻസി ആണ് എങ്കിലും കുറച്ച് ക്വസ്റ്റ്യൻസ് ഈ ബ്ലോക്കിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. ഇനി ചിലപ്പോൾ ഒരു പൊട്ടൻഷ്യൽ ഏരിയ ഓഫ് ഇൻക്രീസ് നമുക്ക് ഫ്യൂച്ചർ എക്സാമിനേഷൻ വരുമ്പോൾ ഈ ഒരു ബ്ലോക്കിൽ നിന്ന് വരാനായിട്ടുള്ള സാധ്യതയും ഉണ്ട്. ഇനി യൂണിറ്റ് വൈസ് വെയിറ്റേജ് അനാലിസിസ് ആണ്. അപ്പൊ ഏതൊക്കെ യൂണിറ്റുകൾ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കുന്നത്. മൊത്തം നമുക്ക് 12 യൂണിറ്റുകളാണ് നമുക്കുള്ളത്. ഒന്നാമത്തെ യൂണിറ്റ് വന്നിട്ട് സിവിലൈസേഷൻ ആൻഡ് കൾച്ചർ, രണ്ടാമത്തെ യൂണിറ്റ് വന്നിട്ട് ഇന്ത്യ ആസ് എ കോളനി, മൂന്നാമത്തെ യൂണിറ്റ് നേഷൻ സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി, നാലാമത്തെ യൂണിറ്റ് വില്ലേജ് ഇന്ത്യ, അഞ്ചാമത്തെ യൂണിറ്റ് urban ഇന്ത്യ, ആറാമത്തെ യൂണിറ്റ് ലാംഗ്വേജ് ആൻഡ് റിലീജിയൻ, ഏഴാമത്തെ യൂണിറ്റ് കാസ്റ്റ് ആൻഡ് ക്ലാസ്, എട്ടാമത്തെ യൂണിറ്റ് ട്രൈബ് ആൻഡ് എത്നിസിറ്റി, ഒൻപതാമത്തെ യൂണിറ്റ് ഫാമിലി ആൻഡ് മാരേജ്, പത്താമത്തെ യൂണിറ്റ് കിൻഷിപ്പ്, 11ാമത്തെ യൂണിറ്റ് ക്ലാസ് പവർ ആൻഡ് ഇനിക്വാളിറ്റി, 12ാമത്തെ യൂണിറ്റ് റെസിസ്റ്റന്റ് ആൻഡ് പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റ് ആണ്. സോ ബേസ്ഡ് ഓൺ ദ അനാലിസിസ് ഓഫ് ദ യൂണിറ്റ് ഗിവൺ ബിലോ നമ്മൾ അതിൽ നിന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഏതൊക്കെ യൂണിറ്റ് ഹൈ ഫ്രീക്വൻസി യൂണിറ്റുകളാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇതിനകത്ത് യൂണിറ്റ് 1 സിവിലൈസേഷൻ ആൻഡ് കൾച്ചർ, യൂണിറ്റ് 2 ഇന്ത്യ ആസ് എ കോളനി, യൂണിറ്റ് 4 വില്ലേജ് ഇന്ത്യ, യൂണിറ്റ് 5 urban ഇന്ത്യ. ഇത്രയും യൂണിറ്റുകൾ എന്ന് പറയുന്നത് വളരെ ഹൈ ആൻഡ് കൺസിസ്റ്റന്റ്ലി നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുള്ള യൂണിറ്റ്സ് ആണ്. അപ്പൊ ഈ ഒരു യൂണിറ്റ് മോർ ഫോക്കസ് കൊടുത്തിട്ട് പഠിക്കേണ്ടതാണ്. ഇനി മോഡറേറ്റ് ഫ്രീക്വൻസി കൊടുത്തിട്ട് പഠിക്കേണ്ട യൂണിറ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂണിറ്റ് 3 നേഷൻ സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി, യൂണിറ്റ് 6 ലാംഗ്വേജ് ആൻഡ് റിലീജിയൻ. ഇതെന്ന് പറയുന്നത് യൂണിറ്റ് 3 എന്ന് പറയുന്നത് നേഷൻ സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി എക്സെപ്റ്റ് ജൂൺ 2023 മാത്രം ചോദിച്ചിട്ടില്ല, ബാക്കിയുള്ള എക്സാമിനേഷൻ സെക്ഷൻസിനകത്ത് ചോദിച്ചിട്ടുണ്ട്. ഇനി യൂണിറ്റ് 6 ലാംഗ്വേജ് ആൻഡ് റിലീജിയൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിസംബർ 2021 ജൂൺ 2023 മാത്രമേ ആബ്സെന്റ് ആയിട്ട് ഇരുന്നിട്ടുള്ളൂ. ബാക്കിയുള്ള എക്സാമിനേഷൻ സെക്ഷനിലൊക്കെ യൂണിറ്റ് 6 നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഡിസംബർ 2022 യൂണിറ്റ് 7 കാസ്റ്റ് ആൻഡ് ക്ലാസ്സിൽ നിന്ന് ചോദിച്ചിട്ടില്ല, ബട്ട് ബാക്കിയുള്ള എക്സാമിനേഷൻ സെക്ഷൻസിലൊക്കെ യൂണിറ്റ് 7 നിന്ന് വന്നിട്ടുണ്ട്. സോ ഈ പറയുന്ന യൂണിറ്റ് 3യും യൂണിറ്റ് 6ഉം യൂണിറ്റ് 7ഉം മോഡറേറ്റ് ഫ്രീക്വൻസി വരുന്ന യൂണിറ്റ്സ് ആണ്. ഇനി ലോ ഫ്രീക്വൻസി കൊടുത്ത് പഠിക്കേണ്ട യൂണിറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂണിറ്റ് 8 ട്രൈബ് ആൻഡ് എത്നിസിറ്റി, യൂണിറ്റ് 9 മാരേജ് ആൻഡ് ഫാമിലി, യൂണിറ്റ് 10 കിൻഷിപ്പ്, യൂണിറ്റ് 11 ക്ലാസ് പവർ ആൻഡ് ഇനിക്വാളിറ്റി, യൂണിറ്റ് 12 റെസിസ്റ്റന്റ് ആൻഡ് പ്രൊട്ടസ്റ്റ്. ഇതിനകത്ത് യൂണിറ്റ് 10 എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 3 എക്സാംസിന് കവർ ചെയ്തിട്ടുണ്ട് കിൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റ്. യൂണിറ്റ് 11 എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിസംബർ 2022 മാത്രമേ പ്രസന്റ് ചെയ്തിട്ടുള്ളൂ ഈ പറയുന്ന യൂണിറ്റ് 11 നിന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. യൂണിറ്റ് 12 റെസിസ്റ്റന്റ് ആൻഡ് പ്രൊട്ടസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 3 എക്സാംസിനും യൂണിറ്റ് 12 നിന്നുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇൻക്രീസ് ഫ്രീക്വൻസി വരുന്നുണ്ട് യൂണിറ്റ് 12നകത്ത്. അപ്പൊ കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കേണ്ട ഒരു ടോപ്പിക് തന്നെയാണ് യൂണിറ്റ് 12 എന്ന് പറയുന്നത്. ഇനി മാരേജ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന യൂണിറ്റ് 9 എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതും ഈ പറയുന്ന നമ്മൾ 5 എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ അതിനകത്ത് 2 എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനകത്തും യൂണിറ്റ് 9 ചോദിച്ചിട്ടുണ്ട്. ഇനി ട്രൈബ് ആൻഡ് എത്നിസിറ്റി എടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 5 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസിൽ ഓൾമോസ്റ്റ് 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ട്രൈബ് ആൻഡ് എത്നിസിറ്റി വന്നിട്ടുണ്ട്. ബേസ്ഡ് ഓൺ ദ സമ്മറി നമ്മൾ നോക്കുമ്പോൾ ഹൈ ഫോക്കസ്ഡ് കൊടുത്ത് പഠിക്കേണ്ട യൂണിറ്റ്സ് എന്ന് പറയുന്നത് യൂണിറ്റ് സിവിലൈസേഷൻ, കൊളോണിയൽ ഇമ്പാക്ട്, വില്ലേജ്, urban ലൈഫ്, ഇതൊക്കെ ഹൈയസ്റ്റ് ഫ്രീക്വൻസി ഓഫ് ക്വസ്റ്റ്യൻസ് ഈ ഒരു യൂണിറ്റിൽ നിന്നൊക്കെ വരുന്നുണ്ട്. ഇനി മോഡറേറ്റ് ഫ്രീക്വൻസി വരുന്നിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ യൂണിറ്റ് ഓൺ നേഷൻ, ലാംഗ്വേജ്, കാസ്റ്റ്, ഇതൊക്കെ മോഡറേറ്റ്ലി ആണ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ലെസ് ഫോക്കസ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് യൂണിറ്റ് ഓൺ ട്രൈബ്, ഫാമിലി, കിൻഷിപ്പ്, ക്രിട്ടിക്സ് ഓൺ ക്ലാസ് പവർ, ഇതൊക്കെ ലെസ് ഫ്രീക്വന്റ് കവർ ചെയ്തിട്ടുള്ള ഏരിയാസ് ആണ്. ബട്ട് ഒരു ഇൻക്രീസ്ഡ് പൊട്ടൻഷ്യൽ ഈ ഒരു ഏരിയയിൽ നിന്ന് കാണുന്നുണ്ട്. ബട്ട് ഫ്യൂച്ചർ എക്സാംസിന് ഇതിൽ നിന്ന് ചിലപ്പോൾ ചോദ്യങ്ങൾ വരാം. ഇനി ടോപ്പിക് വൈസ് വെയിറ്റേജ് അനാലിസിസ് ആണ്. ഏതൊക്കെ ടോപ്പിക്സുകളാണ് പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കേണ്ടതെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ യൂണിറ്റ് കവർ ചെയ്തു, ബ്ലോക്ക് കവർ ചെയ്തു. ഇനി യൂണിറ്റിനകത്ത് വരുന്ന ഏതൊക്കെ ടോപ്പിക്സുകൾ നമ്മൾക്ക് ഹൈ ഫ്രീക്വൻസി കൊടുത്തിട്ട് പഠിക്കണം, പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കുന്നത്. സോ ബേസ്ഡ് ഓൺ ദ ആ ഒരു ചാർട്ട് നേരത്തെ കാണിച്ചിട്ട് ചാർട്ട് ബേസ് ചെയ്തിട്ടുള്ള അനാലിസിസ് ആണ് നമ്മൾ നോക്കുന്നത്. ഇതിനകത്ത് ഫ്രീക്വന്റ്ലി കവർ ചെയ്തിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ കൊളോണിയൽ വ്യൂ ഇൻ ഇന്ത്യ, ഓൾമോസ്റ്റ് നമ്മൾ ഇതുവരെ എടുത്ത് നോക്കിയിട്ടുള്ള 5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനകത്ത് കൊളോണിയൽ വ്യൂ ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ജോഗ്രഫി ഓഫ് ഇന്ത്യ ഡിസംബർ 2022 ഫെബ്രുവരി 2021 ചോദിച്ചിട്ടുണ്ട്. ഇനി വില്ലേജ് എക്കോണമി
ഫെബ്രുവരി 2021 ജൂൺ 2022 ചോദിച്ചിട്ടുണ്ട്. അർബനിസം ആസ് എ വേ ഓഫ് ലൈഫ് കവർ ചെയ്തിട്ടുള്ളത് ഓൾമോസ്റ്റ് 3 എക്സാംസിനും കവർ ചെയ്തിട്ടുണ്ട്. ഫെബ്രുവരി 2021 ജൂൺ 2022 ജൂൺ 2023 ചോദിച്ചിട്ടുണ്ട്. ലാംഗ്വേജ് ആൻഡ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ഫെബ്രുവരി 2021 ജൂൺ 2022 ഡിസംബർ 2022 ചോദിച്ചിട്ടുണ്ട്. മോഡറേറ്റ്ലി കവർ ചെയ്യുന്ന ടോപ്പിക്സുകൾ എന്ന് പറയുന്നത് നാഷണലിസ്റ്റ് വ്യൂ ഓഫ് ഇന്ത്യ ഡിസംബർ 2021 കവർ ചെയ്തിട്ടുണ്ട്. ജൂൺ 2023 കവർ ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പിന്നെ വന്നിട്ട് ആന്റി കൊളോണിയൽ മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ അതെന്ന് പറയുന്നത് ഡിസംബർ 2021 ചോദിച്ചിട്ടുണ്ട്. പൊളിറ്റിക്കൽ യൂണിഫിക്കേഷൻ ഡിസംബർ 2022 ചോദിച്ചിട്ടുണ്ട്. കാസ്റ്റ് മൊബിലിറ്റി സാൻസ്ക്രിറ്റൈസേഷൻ ഈ ടോപ്പിക്ക് ഫെബ്രുവരി 2021 ജൂൺ 2023 ചോദിച്ചിട്ടുണ്ട്. എത്നിക് ഡൈവേഴ്സിറ്റി ഡിസംബർ 2021 ജൂൺ 2023 കവർ ചെയ്തിട്ടുണ്ട്. നോർത്ത് ഇന്ത്യൻ കിങ്ഷിപ്പ് സിസ്റ്റം ഡിസംബർ 2021 ജൂൺ 2022 കവർ ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സൗത്ത് ഇന്ത്യൻ കിങ്ഷിപ്പ് സിസ്റ്റം ഡിസംബർ 2022 ജൂൺ 2023 കവർ ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇനി ലെസ് ഫ്രീക്വൻസി കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്സ് എന്ന് പറയുന്നത് അപ്രോച്ചസ് ടു സ്റ്റഡി ഇന്ത്യൻ സിവിലൈസേഷൻ ഡിസംബർ 2021 ഡിസംബർ 2022 ചോദിച്ചിട്ടുണ്ട്. വില്ലേജ് ആസ് എ സോഷ്യൽ യൂണിറ്റ് ഡിസംബർ 2021 കവർ ചെയ്തിട്ടുണ്ട്. പഞ്ചായത്തി രാജ് സിസ്റ്റം ഡിസംബർ 2022 ചോദിച്ചിട്ടുണ്ട്. റൂറൽ അർബൻ കണ്ടിന്യൂം ഇത് ഡിസംബർ 2021 ജൂൺ 2023 ചോദിച്ചിട്ടുണ്ട്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കാസ്റ്റ് ആൻഡ് ക്ലാസ് ഡിസംബർ 2021 ചോദിച്ചിട്ടുണ്ട്. അംബേദ്കർ കോൺട്രിബ്യൂഷൻ ഫെബ്രുവരി 2021 ചോദിച്ചിട്ടുണ്ട്. പണ്ഡിറ്റ് രമാഭായിയുടെ ടോപ്പിക് ഡിസംബർ 2022 ചോദിച്ചിട്ടുണ്ട്. ഫെമിനിസ്റ്റ് റെസിസ്റ്റൻസ് ജൂൺ 2023 ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സമ്മറി ബേസ് ചെയ്തിട്ട് ഹൈ എംഫസൈസ് കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് കൊളോണിയൽ വ്യൂ ഇൻ ഇന്ത്യ, ജോഗ്രഫി ഓഫ് ഇന്ത്യ, വില്ലേജ് എക്കോണമി, അർബനിസം ആസ് എ വേ ഓഫ് ലൈഫ്, ലാംഗ്വേജ് ആൻഡ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ഇതൊക്കെ ഫ്രീക്വന്റ്ലി കവർ ചെയ്യുന്ന ടോപ്പിക്കുകളാണ്. അതുകൊണ്ട് ഹൈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ് നിങ്ങളുടെ കരിക്കുലം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ടോപ്പിക്സ്. അടുത്ത മോഡറേറ്റ് എംഫസൈസസ് കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നാഷണലിസ്റ്റ് വ്യൂ ഓഫ് ഇന്ത്യ, പൊളിറ്റിക്കൽ യൂണിഫിക്കേഷൻ, കാസ്റ്റ് മൊബിലിറ്റി ഇതുപോലുള്ള ടോപ്പിക്സ്. ലോ എംഫസൈസസ് കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്സ് ആണ് അപ്രോച്ച് ടു സ്റ്റഡി ഇന്ത്യൻ സിവിലൈസേഷൻ, വില്ലേജ് ആസ് എ സോഷ്യൽ യൂണിറ്റ്, ക്രിട്ടിക്സ് അതായത് യൂണിറ്റ് 12, അംബേദ്കർ കോൺട്രിബ്യൂഷൻ, പണ്ഡിറ്റ് രമാഭായിയുടെ കോൺട്രിബ്യൂഷൻ, ഫെമിനിസ്റ്റ് റെസിസ്റ്റൻസ്. ബട്ട് ഫ്യൂച്ചർ എക്സാംസിന് ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദ്യം വരാനായിട്ടുള്ള ചാൻസും കൂടുതലാണ്. അപ്പൊ ഈ ഒരു ടോപ്പിക്ക് പഠിക്കാതെ പോകരുത്, പഠിക്കണം. ഇനി മാർക്ക് വൈസ് വെയിറ്റേജ് എസ്റ്റിമേഷൻ ആണ്. ഓരോ ക്വസ്റ്റ്യൻസിനും എത്ര മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്, അത് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. സോ നമ്മൾ ഇതിനകത്ത് നോക്കുന്ന ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ കൊളോണിയൽ വ്യൂ ഓഫ് ഇന്ത്യ, അർബനിസം ആസ് എ വേ ഓഫ് ലൈഫ്, ലാംഗ്വേജ് ആൻഡ് സ്റ്റേറ്റ് ഓർഗനൈസേഷൻ, ജോഗ്രഫി ഓഫ് ഇന്ത്യ, നാഷണലിസ്റ്റ് വ്യൂ ഓഫ് ഇന്ത്യ, വില്ലേജ് എക്കോണമി, റൂറൽ അർബൻ കണ്ടിന്യൂം, അപ്രോച്ചസ് ടു സ്റ്റഡി ഇന്ത്യൻ സിവിലൈസേഷൻ, കാസ്റ്റ് മൊബിലിറ്റിയും സാൻസ്ക്രിറ്റൈസേഷനും, എത്നിക് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ടോപ്പിക്, പിന്നെ നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ കിങ്ഷിപ്പ് സിസ്റ്റംസ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കാസ്റ്റ് ആൻഡ് ക്ലാസ്, പണ്ഡിറ്റ് രമാഭായിയുടെ കോൺട്രിബ്യൂഷൻ, പഞ്ചായത്തി രാജ് സിസ്റ്റം, വില്ലേജ് ആസ് എ സോഷ്യൽ യൂണിറ്റ്, ആന്റി കൊളോണിയൽ മൂവ്മെന്റ്സ്, അംബേദ്കറിന്റെ കോൺട്രിബ്യൂഷൻ, ഫെമിനിസ്റ്റ് റെസിസ്റ്റൻസ്. അപ്പൊ ഇത്രയും ടോപ്പിക്കുകളാണ് എങ്ങനെ മാർക്ക് വൈസ് വെയിറ്റേജ് എസ്റ്റിമേഷൻസ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ആവറേജ് മാർക്ക് ഓരോ ക്വസ്റ്റിനും എത്രയാണ് അലോട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഹൈ ആവറേജ് മാർക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കൊളോണിയൽ വ്യൂ ഇൻ ഇന്ത്യ ഏകദേശം 16 മാർക്സിനോളം ചോദിച്ചിട്ടുണ്ട്. അർബനിസം ആസ് എ വേ ഓഫ് ലൈഫ് ഏകദേശം 12 മാർക്കിനോളം ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ മോഡറേറ്റ് ആവറേജ് മാർക്സ് കിട്ടുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അപ്രോച്ചസ് ടു സ്റ്റഡി ഇന്ത്യൻ സിവിലൈസേഷൻ, ജോഗ്രഫി ഓഫ് ഇന്ത്യ, നാഷണലിസ്റ്റ് വ്യൂ ഓഫ് ഇന്ത്യ, വില്ലേജ് എക്കോണമി, റൂറൽ അർബൻ കണ്ടിന്യൂം, കാസ്റ്റ് മൊബിലിറ്റി സാൻസ്ക്രിറ്റൈസേഷൻ, എത്നിക് ഡൈവേഴ്സിറ്റി, നോർത്ത് ഇന്ത്യൻ കിൻഷിപ്പ് സിസ്റ്റം, സൗത്ത് ഇന്ത്യൻ കിൻഷിപ്പ് സിസ്റ്റം ഏകദേശം ഒരു 8 മാർക്കിനോളം നമുക്ക് ആവറേജ് മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സ് ആണ് ഈ പറയുന്ന മോഡറേറ്റ് ആവറേജ് മാർക്സിൽ വരുന്ന ടോപ്പിക്സ്. ഇനി ലോ ആവറേജ് മാർക്സിൽ വരുന്ന ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ ആന്റി കൊളോണിയൽ മൂവ്മെന്റ്സ്, പൊളിറ്റിക്കൽ യൂണിഫിക്കേഷൻ, വില്ലേജ് ആസ് എ സോഷ്യൽ യൂണിറ്റ്, പഞ്ചായത്ത് രാജ് സിസ്റ്റം, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കാസ്റ്റ് ആൻഡ് ക്ലാസ്, അംബേദ്കർ കോൺട്രിബ്യൂഷൻ, പണ്ഡിറ്റ് രമാഭായിയുടെ കോൺട്രിബ്യൂഷൻ, ഫെമിനിസ്റ്റ് റെസിസ്റ്റൻസ് ഇതൊക്കെ ഏകദേശം 4 മാർക്സുകൾ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആവറേജ് മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടോപ്പിക്സുകളാണ്. ഇനി നമ്മൾ പഠിക്കുന്ന സമയത്ത് പ്രയോറിറ്റൈസ് കൊടുത്ത് പഠിക്കേണ്ട ടോപ്പ് പ്രയോറിറ്റി ഏരിയാസ്, മോഡറേറ്റ് പ്രയോറിറ്റി ഏരിയാസ്, ലോവർ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ടുള്ള ടോപ്പിക്സുകളാണ് നമ്മൾ നോക്കുന്നത്. ടോപ്പ് പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ കൊളോണിയൽ വ്യൂ ഓഫ് ഇന്ത്യ, അർബനിസം ആസ് എ വേ ഓഫ് ലൈഫ്, ലാംഗ്വേജ് ആൻഡ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ പോലുള്ള ടോപ്പിക്സുകളാണ്. ഇനി മോഡറേറ്റ് പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഹൈ പ്രയോറിറ്റി ഏരിയയിൽ നിന്ന് കുറച്ച് ടൈം നമ്മൾ മോഡറേറ്റ് പ്രയോറിറ്റി പഠിക്കാനായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യണം. കാരണം അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒരു ലാർജ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് മോഡറേറ്റ് പ്രയോറിറ്റിയിൽ വരുന്ന ഏരിയാസ് ആണ്.
ഇനി ലോവർ പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് അത് നെഗ്ലക്ട് ചെയ്ത് കളയണം അല്ലെങ്കിൽ ഇത് പഠിക്കരുത് എന്നുള്ളത്. പക്ഷെ അതിനകത്ത് ഒരു ലെസ് ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കണം. ഇനി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് പാർട്ടാണ്. റെക്കറിംഗ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ട്. മൾട്ടിപ്പിൾ ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത്. ഇതിനകത്ത് കൊളോണിയൽ വ്യൂ ഓഫ് ഇന്ത്യ, അർബനിസം ആസ് എ വേ ഓഫ് ലൈഫ്, ലാംഗ്വേജ് ആൻഡ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ മൾട്ടിപ്പിൾ ടൈംസ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യങ്ങളും ഈ ഒരു 3 ടോപ്പിക്സും നിങ്ങൾ പഠിക്കാതെ പോകരുത്. ഹൈ പ്രയോറിറ്റൈസ് കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്കുകളാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. അടുത്ത സജസ്റ്റഡ് ടോപ്പിക്സ് ഫോർ നെക്സ്റ്റ് എക്സാം. നമുക്ക് ഈ വരുന്ന എക്സാമിന് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. ആ ഒരു ചോദ്യങ്ങൾ നിങ്ങൾ കവർ ചെയ്തിട്ട് വേണം പോകാനായിട്ടുള്ളത്. മോസ്റ്റ് ലൈക്ലി ഈ പറയുന്ന ടോപ്പിക്സുകൾ നിങ്ങളുടെ എക്സാമിന് ചോദിക്കാനായിട്ടുള്ള ചാൻസസ് ഹൈ ആണ്. ഒന്ന് ലാംഗ്വേജ് ആൻഡ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ. ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ ഫ്രീക്വന്റ്ലി ഇതുപോലുള്ള ലാംഗ്വേജ് ആൻഡ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ടോപ്പിക്സുകൾ ചോദിച്ചിട്ടുണ്ട്. ഇനിയും ചോദിക്കാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി സ്റ്റഡി ആൻഡ് റെക്കമെൻഡേഷൻ. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ പറയുന്ന പ്രയോറിറ്റൈസ് കൊടുത്തിട്ട് പഠിക്കേണ്ട ഏരിയാസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ ഏരിയാസ് എംഫസൈസ് ചെയ്ത് പഠിക്കണം. ഇപ്പൊ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ, ലാംഗ്വേജ്, ഈ പറയുന്ന ടോപ്പിക് ഒക്കെ നെക്സ്റ്റ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഹൈ പ്രോബിലിറ്റി ഉള്ള ഏരിയാസ് ആണ്. അപ്പോൾ അത് ഫോക്കസ് കൊടുത്തിട്ട് വേണം നിങ്ങൾ ഈ പറയുന്ന ടോപ്പിക്കുകൾ പഠിക്കാനായിട്ട്. ഇനി പ്രഡിക്ഷൻസ് ആൻഡ് പ്രോബിലിറ്റി ഫോർ അപ്കമിങ് എക്സാം. വരുന്ന എക്സാംസിന് വരുന്ന പ്രഡിക്ഷൻ പ്രോബിലിറ്റി ഏതൊക്കെ പാർട്ടിൽ നിന്ന് നമ്മൾ ഫോക്കസ് കൊടുത്ത് പഠിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. ബേസ്ഡ് ഓൺ ദ പ്രഡിക്ഷൻ നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൊളോണിയൽ വ്യൂ ഓഫ് ഇന്ത്യ. ഈ കൊളോണിയൽ വ്യൂ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഓൾമോസ്റ്റ് മിക്ക എക്സാമിനും അപ്പയർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഫെബ്രുവരി 2021 മുതൽ ജൂൺ 2023 ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്ന സമയത്ത് തന്നെ കൊളോണിയൽ വ്യൂ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് തന്നെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക. അതേപോലെ തന്നെ അർബനിസം ആസ് എ വേ ഓഫ് ലൈഫ് എന്ന് പറയുന്ന ടോപ്പിക്കും. ഇത് ഫെബ്രുവരി 2021, 2022 ജൂണില്, 2023 ജൂണിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇനി ലാംഗ്വേജ് ആൻഡ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ ഫെബ്രുവരി 2021, ജൂൺ 2022, ഡിസംബർ 2022 ചോദിച്ചിട്ടുണ്ട്. ഇനി റീസെന്റ് ആയിട്ടുള്ള ട്രെൻഡ്സ് നമ്മൾ നോക്കുന്ന സമയത്ത് ലാംഗ്വേജ് ആൻഡ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ലാസ്റ്റ് എക്സാമിന് അപ്പിയർ ചെയ്തിട്ടില്ല. ജൂൺ 2023 എക്സാമിന് അപ്പിയർ ചെയ്തില്ല. പക്ഷേ മോസ്റ്റ് ലൈക്ലി നമുക്ക് നെക്സ്റ്റ് ഈ വരുന്ന എക്സാമിന് നമുക്ക് ഇത് ഫ്രീക്വന്റ് ആയിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ വരും എന്നുള്ളത് നമുക്ക് പ്രഡിക്ട് ചെയ്യാം. അതേപോലെ തന്നെ കൊളോണിയൽ വ്യൂ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ഹൈ പ്രോബിലിറ്റി ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതേപോലെ അർബനിസം ആസ് എ വേ ഓഫ് ലൈഫ് എന്ന് പറയുന്ന ടോപ്പിക്കും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഇനി പ്രഡിക്ഷൻസ് ഫോർ അപ്കമിങ് എക്സാം. പ്രഡിക്ഷൻസ് ഫോർ അപ്കമിങ് എക്സാം നോക്കുമ്പോൾ ഹൈ റെക്കറിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് ലാംഗ്വേജ് ആൻഡ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ, കൊളോണിയൽ വ്യൂ ഓഫ് ഇന്ത്യ, അർബനിസം ആസ് എ വേ ഓഫ് ലൈഫ്. അപ്പൊ ഈ പറയുന്ന ടോപ്പിക്സുകൾ എന്ന് പറയുന്നത് ഇനി വരുന്ന എക്സാമിനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുകളാണ്. ചോദിക്കാൻ വളരെ ചാൻസ് ഏറിയിട്ടുള്ള ടോപ്പിക്സുകളാണ് ഈ പറയുന്ന 3 ടോപ്പിക്സുകൾ എന്ന് പറയുന്നത്. ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ പ്രഡിക്ഷൻ അനാലിസിസ് നോക്കാം. ലാംഗ്വേജ് ആൻഡ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ. ലാംഗ്വേജ് ആൻഡ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വന്റ് ആയിട്ടും പ്രയർ ആയിട്ടും ഈ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ കൊളോണിയൽ വ്യൂ ഓഫ് ഇന്ത്യ കൺസിസ്റ്റന്റ്ലി ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. അർബനിസം ആസ് എ വേ ഓഫ് ലൈഫ്, ഇതിൽ നിന്നുള്ള ചോദ്യങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഏരിയ തന്നെയാണ്. സ്ട്രാറ്റജിക് സ്റ്റഡി ഫോക്കസ്. അപ്പോൾ ഈ പറയുന്ന അപ്കമിങ് എക്സാമിന് ഈ പറയുന്ന 3 ടോപ്പിക്കുകൾ കവർ ചെയ്തിട്ട് വേണം പോകാനായിട്ടുള്ളത്. ലാംഗ്വേജ് ആൻഡ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ, കൊളോണിയൽ വ്യൂ ഓഫ് ഇന്ത്യ, അർബനിസം ആസ് എ വേ ഓഫ് ലൈഫ്. കോംപ്രിഹെൻസീവ് നോട്ട് ടു ദ ലേണേഴ്സ്. ഡിയർ ലേണേഴ്സ്, നിങ്ങൾ വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനാലിസിസ് പാർട്ട് നിങ്ങൾ കണ്ടതാണ് ഈ ഒരു സെക്ഷനിലൂടെ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക് ചെയ്യുക, അതിന്റെ ട്രെൻഡ്സ് മനസ്സിലാക്കുക. ഈ ഒരു സെക്ഷനിലൂടെ ഹൈ പ്രയോറിറ്റൈസ് പറഞ്ഞിട്ടുള്ള ഏരിയാസ് മസ്റ്റ് ആയിട്ടും കവർ ചെയ്തിട്ട് വേണം പോകാനായിട്ടുള്ളത്. ഇനി വരുന്ന എക്സാമിനേഷൻ, അപ്കമിങ് എക്സാമിനേഷൻ നിങ്ങൾ മസ്റ്റ് ആയിട്ടും പഠിച്ചു പോവേണ്ട ഏരിയാസ് എന്ന് പറയുന്നത് കൊളോണിയൽ വ്യൂ ഓഫ് ഇന്ത്യ, അർബനിസം ആസ് എ വേ ഓഫ് ലൈഫ്. കാരണം അർബനിസം ആസ് എ വേ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ളത് ലൂയിസ് ബർത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തിങ്കർ ആണ്. അപ്പൊ ആ വ്യക്തിയുടെ കോൺസെപ്റ്റ് ആണ് അർബനിസം ആസ് എ വേ ഓഫ് ലൈഫ്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടും ഈ ഒരു ഏരിയ പഠിക്കുക. അതേപോലെ തന്നെ ലാംഗ്വേജ് ആൻഡ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ, അവിടെ ഉണ്ടായിരുന്ന കമ്മീഷൻസ്, ആ ഒരു ഏരിയാസ്, അതിന്റെ ഇയർ, കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പഠിക്കുക. കൊളോണിയൽ വ്യൂ ഓഫ് ഇന്ത്യ പറയുന്ന സമയത്ത് അഡ്മിനിസ്ട്രേറ്റീവ് വ്യൂ, മിഷണറി വ്യൂ, അങ്ങനെയുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വ്യൂസ് ഉണ്ട്. അത് വ്യക്തമായിട്ട് പഠിക്കുക. അപ്പൊ ഈ ഒരു ടോപ്പിക് കവർ ചെയ്യുമ്പോൾ ഈ പറയുന്ന ഡീറ്റെയിൽസ്, ടോപ്പിക്കിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് കവർ ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക് പഠിക്കാനായിട്ടുള്ളത്.
നമുക്ക് ഈ ടോപ്പിക് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. കൊളോണിയൽ വ്യൂ ഓഫ് ഇന്ത്യ, ഇത് കൺസിസ്റ്റന്റ്ലി എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കൊളോണിയൽ വ്യൂ ഓഫ് ഇന്ത്യ. അപ്പൊ ഇത് പഠിക്കുന്ന സമയത്ത് ഇതിന്റെ ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്സ്, അതിന്റെ നറേറ്റീവ്സ് എന്തൊക്കെയാണ് കൊളോണിയൽ പീരീഡിനകത്ത് ഉണ്ടായിരുന്നത്, അതിന്റെ വേരിയസ് ഫേസറ്റ്സ് എങ്ങനെയൊക്കെയാണ് ഇന്ത്യക്ക് ഇമ്പാക്ട് ചെയ്തത്. അതായത് കൊളോണിയൽ വ്യൂ പറയുന്ന സമയത്ത് നമുക്കറിയാം അതിനകത്ത് അഡ്മിനിസ്ട്രേറ്റീവ് വ്യൂവും മിഷണറി വ്യൂവും വരുന്നുണ്ട്. ആ രണ്ട് വ്യൂവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ കൊളോണിയൽ വ്യൂ ഓഫ് ഇന്ത്യ കംപ്ലീറ്റഡ് ആവുള്ളൂ. അപ്പൊ അത് പഠിക്കുക. അതിന്റെ സോഷ്യോ എക്കണോമിക്കൽ ആയിട്ടുള്ള കോൺസിക്വൻസസ് എന്തായിരുന്നു കൊളോണിയൽ പോളിസീസ് കൊണ്ടുവന്ന സമയത്ത്. അപ്പൊ ഇങ്ങനെയുള്ള ഏരിയാസിലാണ് നമുക്കൊന്ന് ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ടത്. ഇനി ഏർബനിസം ആസ് എ വേ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ ലൂയിസ് ബർത്തിന്റെ കോൺസെപ്റ്റ് ആണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ ഈ ഒരു കോൺസെപ്റ്റിൽ നിന്ന് എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ഫെബ്രുവരി 2021, ജൂൺ 2022, ജൂൺ 2023 വരെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഏർബനിസം ആസ് എ വേ ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ urbanism as a way of life, അതിന്റെ കോൺസെപ്റ്റ് ഓഫ് urbanism എന്താണ്, അതിന്റെ ഇംപ്ലിക്കേഷൻസ് എന്താണ് ഇന്ത്യൻ സൊസൈറ്റിയിൽ. അപ്പൊ ഈ ഒരു ഏരിയസ് ഒക്കെ ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് വേണം പഠിക്കാനായിട്ടുള്ളത്. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് urban ലൈഫിന്റെ, അത് എങ്ങനെ റൂറൽ ലൈഫുമായിട്ട് കോൺട്രാക്ട് ചെയ്യുന്നു, റൂറൽ ലൈഫും urban ലൈഫും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, എങ്ങനെയൊക്കെയാണ് urbanization വരുന്നത്, അതിന്റെ കണ്ടംപററി പ്രോസസ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ഫോക്കസ് കൊടുത്തിട്ട് urbanism as a way of life എന്ന് പറഞ്ഞ ടോപ്പിക്ക് പഠിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം പഠിക്കാനായിട്ടുള്ളത്. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ലാംഗ്വേജ് ആൻഡ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണിത്. ഫെബ്രുവരി 2021, ഡിസംബർ 2022, ജൂൺ 2022 ചോദിച്ചിട്ടുള്ള ചോദ്യം, ഹൈ പ്രോബിലിറ്റി ഉള്ള ഒരു ഏരിയ തന്നെയാണ് ലാംഗ്വേജ് ആൻഡ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക്. ഇത് പഠിക്കുന്ന സമയത്ത് സോഷ്യോ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പ് ഓഫ് ഇന്ത്യ എങ്ങനെയായിരുന്നു, റോൾ ഓഫ് ലാംഗ്വേജ് എന്താണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ലാംഗ്വേജിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയൊക്കെയാണ് ഓരോ സ്റ്റേറ്റുകളും രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നത്, അതിൽ നടന്നിട്ടുള്ള പ്രൊട്ടസ്റ്റുകൾ. ഇപ്പൊ പോട്ടിരി ശ്രീരാമലു എന്ന് പറഞ്ഞിട്ടുള്ള ആന്ധ്രയിലുള്ള ഒരു വ്യക്തി നിരാഹാരം കിടന്ന് മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ നിങ്ങൾ കവർ ചെയ്തിട്ട് വേണം പഠിക്കാനായിട്ടുള്ള. അപ്പൊ അത് വരുന്ന കമ്മീഷൻസുകൾ, സ്റ്റേറ്റ് റീഓർഗനൈസേഷന് വന്നിട്ടുള്ള ധാർ കമ്മിറ്റികൾ, അങ്ങനെയൊക്കെ പല കമ്മിറ്റികളും വന്നിട്ടുണ്ട്. അപ്പൊ ആ കമ്മിറ്റികൾ ഏതൊക്കെയാണെന്നുള്ളതും ആ കമ്മീഷൻസ് ഏതൊക്കെയാണെന്നുള്ളതും പഠിക്കുക. സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ടൈമിൽ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ടൈം പീരീഡിലായിരുന്നു ഇത് ഉണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു ടൈം പീരീഡിലുള്ള ഹിസ്റ്റോറിക്കൽ കണ്ടസ്റ്റ് എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് എന്താണ്, ലാംഗ്വേജിനെയും സ്റ്റേറ്റ് ബൗണ്ടറീസിനെയും റിലേറ്റ് ചെയ്ത് വരുന്ന പ്രൊവിഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് പഠിക്കുക. സോ ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കുന്നതിനോടൊപ്പം തന്നെ അഡീഷണൽ ആയിട്ട് പഠിക്കേണ്ട ഏരിയാസ് നെഗ്ലക്ട് ചെയ്യണം എന്നല്ല പറയുന്നത്. അഡീഷണൽ ആയിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ട് പോവേണ്ടതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഫോക്കസ് കൊടുത്തിട്ട് പഠിക്കേണ്ട ഏരിയാസും ഉണ്ട്. അപ്പാർട്ട് ഫ്രം ഈ 3 ടോപ്പിക്സിന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ജോഗ്രഫി ഓഫ് ഇന്ത്യ ഡിസംബർ 2022 ഫെബ്രുവരി 2021 അപ്പിയർ ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതേപോലെ നാഷണലിസ്റ്റ് വ്യൂ ഓഫ് ഇന്ത്യ, വില്ലേജ് എക്കോണമി, എത്നിക് ഡൈവേഴ്സിറ്റി, കാസ്റ്റ് മൊബിലിറ്റി, സാൻസ്ക്രിറ്റൈസേഷൻ പോലുള്ള ടോപ്പിക്സ്. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കുറച്ച് ടിപ്സ് ഫോളോ ചെയ്യണം. ആ ഒരു ടിപ്സ് ആണ് ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫോക്കസ് ഓൺ ഹൈ എൽഡ് ടോപ്പിക്സ്, അതായത് ഹൈ പ്രയോറിറ്റൈസ് കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്സ് ഏതാണ് എന്നുള്ളത് ഈ ഒരു സെക്ഷനിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ടോപ്പിക്സുകൾക്ക് മോർ ടൈം സ്പെൻഡ് ചെയ്തിട്ട് വേണം പഠിക്കാനായിട്ടുള്ളത്. ഇനി റിവ്യൂ ഓൺ പാസ്റ്റ് എക്സാം ക്വസ്റ്റ്യൻസ്. പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഒരു ഗൈഡും ടൂളും ആണ്. നമുക്ക് മുന്നോട്ടുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ നോക്കുന്ന പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. അപ്പൊ അതിന്റെ അനാലിസിസ് ബേസ് ചെയ്തിട്ട് ആ ഒരു ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് നിങ്ങൾ ചെയ്യണം. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് ഇത്ര ടൈം അലോക്കേറ്റ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് എഴുതി നോക്കണം. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നമ്മൾ പഠിച്ച ടോപ്പിക്സുകൾ കവർ ചെയ്തിട്ട് പോകുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത വന്നിട്ട് അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ്, ഡോണ്ട് മെമ്മറൈസ്. അതായത് നിങ്ങൾ കോൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് വേണം പഠിക്കാനായിട്ടുള്ളത്, മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാനായിട്ടുള്ളത്. അതായത് കാണാപ്പാഠം പഠിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് ഏതെങ്കിലും ഒരു സെന്റൻസ് മറന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി അങ്ങോട്ട് എഴുതാനേ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം, മെമ്മറൈസ് ചെയ്ത് പഠിക്കാതെ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കിയിട്ടും അത് അറിഞ്ഞും പഠിക്കാനായിട്ട് ശ്രമിക്കുക. ക്രിയേറ്റ് സമ്മറി നോട്ട്സ്, അതായത് ചെറിയ ചെറിയ ടോപ്പിക്സുകൾ ഇതിനെ കുറിച്ചിട്ട് വലിയ വലിയ നോട്ടുകൾ ക്രിയേറ്റ് ആക്കാതെ എക്സാമിനേഷന്റെ തലയിൽ നമുക്ക് എടുത്ത് നോക്കാൻ പാകത്തിന് ചെറിയ ചെറിയ ടോപ്പിക്കുകൾ ആയിട്ട് നോട്ടുകൾ എഴുതി വെക്കാനായിട്ട് ശ്രമിക്കുക. അത് പെട്ടെന്ന് ഒരു ക്വിക്ക് റിവിഷനും അത് പോസിബിൾ ആയിരിക്കും. അടുത്തത് ഡിസ്കസ് വിത്ത് ദ പിയേഴ്സ്, നിങ്ങളുടെ പിയർ ഗ്രൂപ്പ്സുകളുമായിട്ട് ഈ ഒരു ടോപ്പിക്കുകൾ നിങ്ങൾ ഡിസ്കസ് ചെയ്യാം. സീക്ക് ഹെൽപ്പ് വെൻ നീഡഡ്, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണം എന്നുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ടോപ്പിക്സിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ അറിയണം എന്നുണ്ട് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫാക്കൽറ്റീസിനോടോ മെന്റേഴ്സിനോടോ കണക്ട് ചെയ്ത് ചോദിക്കാം. ഇനി ഫൈനൽ വേർഡ്സ് ടു മൈ ഡിയർ ലേണേഴ്സ്. അപ്പോൾ നമ്മൾ എക്സാമിനേഷൻ ഓൾമോസ്റ്റ് നമ്മുടെ പ്രിപ്പറേഷന്റെ എൻഡിലോട്ട് നമ്മൾ മൂവ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഏതൊക്കെ പ്രയോറിറ്റൈസ് ഏരിയ പഠിക്കണം, ഹൈ പ്രോബിലിറ്റി വരുന്ന ടോപ്പിക്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ നോക്കി. അപ്പോൾ ബേസ്ഡ് ഓൺ BSOG 171 എന്ന് പറയുന്ന എക്സാം വളരെ നിയർ ബൈ നമ്മൾക്ക് അടുക്കാറായി എന്നുള്ളത് അറിയാം. സോ ഓൾ ദ ബെസ്റ്റ് ലക്ക് ഫോർ യുവർ സ്റ്റഡീസ്.
നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് തന്നെ ഈ പറഞ്ഞിട്ടുള്ള ഏരിയാസ് കവർ ചെയ്ത് വിട്ട് വേണം എക്സാമിന് പോകാനായിട്ടുള്ളത്. ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കുന്നു. ഇനി പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. BSOG 171 ഇന്ത്യൻ സൊസൈറ്റി ആൻഡ് ഇമേജസ് ആൻഡ് റിയാലിറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എക്സാം എഴുതാനായിട്ട് തരുന്നത് 3 hours ആണ്. മാക്സിമം 100 മാർക്സിനാണ് നമ്മൾ എഴുതാനായിട്ടുള്ളത്. എക്സാമിനേഷൻ പേപ്പർ കൈ കിട്ടുന്ന സമയത്ത് തന്നെ അതിന്റെ മുകളിൽ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും. അതായത് ആ ഇൻസ്ട്രക്ഷൻ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുന്നത്. ചിലപ്പോൾ അതിനകത്ത് എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത് വായിച്ചു നോക്കണം. അതുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ 2-3 തവണയെങ്കിലും വായിച്ചു നോക്കുക കൈ കിട്ടിക്കഴിഞ്ഞാൽ. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഇൻസ്ട്രക്ഷൻ ഇങ്ങനെയാണ്: ആൻസർ എനി 5 ക്വസ്റ്റ്യൻ ഇൻ അബൌട്ട് 400 വേർഡ്സ് ഈച്ച്. ഓൾ ക്വസ്റ്റ്യൻ ക്യാരി ഈക്വൽ മാർക്സ്. അതായത് 5 ക്വസ്റ്റ്യൻസ് എഴുതുക, 400 വേർഡ്സ് വെച്ചിട്ട് വേണം 5 ക്വസ്റ്റ്യൻസ് എഴുതാനായിട്ടുള്ളത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്കസ് ദ കൊളോണിയൽ വ്യൂ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ സോഷ്യോ എക്കണോമിക് സ്ട്രക്ചേഴ്സ് ഓഫ് ഇന്ത്യ. അപ്പൊ എങ്ങനെയാണ് കൊളോണിയൽ വ്യൂ ഇന്ത്യൻ സൊസൈറ്റിയുടെ സ്ട്രക്ചറിനെ അഫക്ട് ചെയ്തിട്ടുള്ളത്, അതിന്റെ ഇമ്പാക്ട് എന്തായിരുന്നു എന്നുള്ളത് വേണം ഈ ഒരു ക്വസ്റ്റിനകത്ത് എഴുതാനായിട്ടുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ വന്നിട്ട് ദ കോൺസെപ്റ്റ് ഓഫ് urbanism as a way of life and the transformation of Indian society. തേർഡ് ക്വസ്റ്റ്യൻ വന്നിട്ട് അനലൈസ് ദ റോൾ ഓഫ് ലാംഗ്വേജ് ഇൻ റീഓർഗനൈസേഷൻ ഓഫ് ദി സ്റ്റേറ്റ് ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യ. പ്രൊവൈഡ് എക്സാമ്പിൾസ് ടു സപ്പോർട്ട് യുവർ ആൻസർ. ഫോർത്ത് വന്നിട്ട് give an account of the approaches to study Indian civilization. Highlight the key perspectives and methodologies used. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് examine the relationship between rural urban societies in India. Discuss the concept of rural urban continuum. Sixth question വന്നിട്ട് discuss the significance of Sanskritization in understanding caste mobility in India. How has this process influenced social structures? Seventh question വന്നിട്ട് describe the economic relationship between the village and the outside world. How does the relationship shape the village economy? എട്ടാമത്തെ question വന്നിട്ട് discuss the major aspects of North Indian kinship system and its influence on social organization. Ninth question വന്നിട്ട് analyze the various dimensions of ethnic diversity in India. How do these dimensions impact national unity? 10th question വന്നിട്ട് critically examine the feminist resistance against patriarchy in India, focusing on the contributions of Pandit Ramabhai. So, ഈ questions ഇത്രയും പ്രാക്ടീസ് ചെയ്യുക. All the best for your exam. Study well. Thank you. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 2.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 2.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗോരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവ് ആയ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ലേൺവൈസിൽ ജോയിൻ ചെയ്ത ലേണേഴ്സിന് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്. 7592939616. ഞാൻ ഒന്നുകൂടി പറയാം, നോട്ട് ചെയ്ത് വെക്കുക. 7592939616. So all the best for your upcoming IGNO exams. Thank you.